ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ക്ലാസ് 8 ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 എക്കോസ് ഫ്രം എ ഫാർ എന്നുള്ള യൂണിറ്റ് 5ലെ ആദ്യ ചാപ്റ്ററാണ് എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആദ്യം വരുന്നത് ഒരു പെർഹാപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെൻസ് സ്റ്റോറി വായിക്കാനുണ്ട്. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മളിതിൽ ചാപ്റ്റർ ഡിസ്കഷൻ അല്ല ചെയ്യുന്നത്. നമ്മളിതിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എല്ലാമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ 2 ക്ലാസ്സുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ഇത് നമ്മുടെ പാർട്ട് 1 ക്ലാസ് ആണ്. ബാക്കി പാർട്ട് 2 ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഒ ഹെൻറിയുടെ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിൽ പെർഹാപ്സ് തന്നിട്ടുണ്ട്. പെർഹാപ്സിൻ്റെ മീനിങ് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ശരിക്കും പെർഹാപ്സ് എന്ന് പറയുക. ഒരു പക്ഷേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഷാൾ വി റീഡ് എ സെൻസ് സ്റ്റോറി. വൺസ് അപ്പോൺ എ ടൈം ദർ ലീവ്ഡ് എ വൈസ് ഓൾഡ് ഫാർമർ. അപ്പോൾ ഒരിടത്ത് ഒരു കാലത്ത് ആര് ജീവിച്ചിരുന്നു? ഒരു കൃഷിക്കാരൻ അല്ലെ, ഒരു കർഷകൻ ജീവിച്ചിരുന്നു. He owned an aging horse that had served him faithfully. One day the horse wandered away and did not return. അപ്പോൾ അയാൾക്ക് എന്തുണ്ടായിരുന്നു? പ്രായമായ ഒരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ. അത് അദ്ദേഹത്തെ വിശ്വസ്തയോട് സേവിച്ച് വന്നിട്ടുണ്ടായിരുന്നു കുറേ കാലം. ഒരു ദിവസം ആ കുതിര മേയാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലഞ്ഞ് തിരികെ, അതായത് മേയാൻ പോയ സാധനം തിരിച്ചു വന്നില്ല. ഹിസ് നൈബേഴ്സ് കെയിം അറൗണ്ട് ആൻഡ് സെഡ്. അപ്പോൾ ഇയാളുടെ അയൽക്കാർ വന്നു, ഇയാളുടെ അടുത്ത് വന്നു, ചുറ്റും നിന്നിട്ട് പറയുകയാണ്, വി ആർ സോ സോറി ടു ഹിയർ യുവർ ഹോഴ്സ് ഹാസ് റൺ അവേ. ഓ, നിങ്ങളുടെ കുതിര ഓടിപ്പോയി എന്ന് കേട്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ടെന്ന് പറയും. ഇറ്റ് ഈസ് മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ദ ഫാമർ സെഡ്. പെർഹാപ്സ് സോ. ഇപ്പം എന്ത് പറയും? ഏറ്റവും നിർഭാഗ്യകരമായി പോയി, കുതിര ഓടിപ്പോയില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ഫാമർ പറയും? ഒരു പക്ഷേ എന്ന് പറഞ്ഞിട്ട് ആ ഫാമർ അവിടെ നിർത്തുകയാണ് ആ ഒരു കോൺവെർസേഷൻ. The next day the horse came back bringing 7 wild horses with it. In the evening the villagers came and told the farmer, oh, you are so lucky, you now have 8 horses. The farmer again said, perhaps. അപ്പോൾ പിറ്റേന്ന് അടുത്ത ദിവസം ഈ ഓടിപ്പോയ കുതിര തിരിച്ചു വന്നത് ഒരു 7 കാട്ടുകുതിരകളുമായിട്ട് ഇത് തിരിച്ചു വന്നു. അപ്പോൾ വീണ്ടും വൈകുന്നേരം ഗ്രാമവാസികൾ വീണ്ടും വന്നു ഇയാളുടെ വീട്ടിൽ. എന്നിട്ട് പറയാണ്, ഓ, നീ എത്ര ഭാഗ്യവാനാണ്, ഇപ്പോൾ നിനക്ക് 8 കുതിരകളുണ്ട്. അപ്പോഴും കർഷകൻ പറയും, ഒരു പക്ഷേ perhaps എന്ന് പറഞ്ഞു നിർത്തുന്നു. Some days later, the farmer's son, while riding, was thrown from the horse, breaking his leg in the fall. The neighbors then said, oh dear, that's too bad. The farmer responded, perhaps. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ആ ഫാമറിൻ്റെ മകൻ എന്ത് ചെയ്യാണ്? കുതിരപ്പുറത്ത് കയറിക്കൊണ്ടിരുന്ന് കുതിരനെ ഇങ്ങനെ റൈഡ് ചെയ്യായിരുന്നു, ഓടിക്കായിരുന്നു. അപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് അവൻ തെറിച്ചു വീണു. ആ വീഴ്ചയിൽ അവൻ്റെ ഒരു കാലൊടിഞ്ഞു. അപ്പോഴും ഈ അയൽക്കാർ ഓടി വന്ന് പറഞ്ഞു, അയ്യോ, എന്താണ്, വളരെ കഷ്ടമായി പോയിട്ടോ. ഒരു പക്ഷെ അപ്പോഴും ഈ കർഷകൻ എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? പെർഹാപ്സ് തന്നെ പറയുന്നു. The next day some military officers came around to recruit people into the army and they rejected the farmer's son because of his broken leg. All the neighbors came and said, that's really great. The farmer only said, perhaps so. അടുത്ത ദിവസം ചില സൈനിക ഉദ്യോഗസ്ഥന്മാർ വന്നു. സൈന്യത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവർ. അപ്പോൾ ഈ ഫാമറിൻ്റെ സണ്ണ് നമ്മുടെ കുതിരപ്പുറത്തുനിന്ന് വീണ് കാല് ബ്രോക്കായിട്ട് കിടക്കുകയാണല്ലോ. കാലിൽ ഫ്രാക്ചറായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവനെ ആർമിയിലേക്ക് അവർ സെലക്ട് ചെയ്തില്ല. അവനെ നിരസിച്ചപ്പോൾ ഈ എല്ലാ ഫാമേഴ്സും കൂടെ വന്നിട്ട് പറയുന്ന എന്താണ്? ഓ, ഗ്രേറ്റ് എന്നാണ് പറയണത്. ദാറ്റ്സ് റിയലി ഗ്രേറ്റ് എന്ന് പറയുന്നു. അപ്പോഴും ഈ ഫാമർ പറയും, പെർഹാപ്സോ, ഒരു പക്ഷേ അങ്ങനെ എന്ന് പറയും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെൻസ് സ്റ്റോറി. ഈ സെൻസ് സ്റ്റോറിയിൽ നമുക്ക് 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഫാമർ റിയാക്ട് വെൻ ഹി ലോസസ് ഹിസ് ഓൺലി ഹോഴ്സ്? ഹൗ ഡസ് ഹിസ് റിയാക്ഷൻ ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ അതർ വില്ലേജസ്? അപ്പോൾ ആ ഒരു ഒരേ ഒരു കുതിരയെ നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെയാണ് ഫാർമർ റിയാക്ട് ചെയ്തത്? അയാളുടെ അയൽക്കാരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഉത്തരം, ആൻസർ, the farmer reacts calmly and neutrally, simply saying perhaps so. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് perhaps so മാത്രം പറഞ്ഞാണ് അയാളുടെ റിയാക്ഷൻ അല്ലേ. His reaction differs greatly from the villagers who immediately label the event as most unfortunate and express sympathy. The farmer avoid making quick judgments about whether the event is good or bad.
അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഫാമേഴ്സ് റെസ്പോൺസ് പെർഹാപ്സ് ടെൽ us about his attitude to loss and gain? What do you infer from the story about the Zen attitude to life? അപ്പോൾ ഇവിടെ ഫാർമർ, ഈ കർഷകൻ എപ്പോഴും പ്രതികരിച്ചത് എങ്ങനെയാണ്? ഈ പെർഹാപ്സ് എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കർഷകൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒരു നഷ്ടം സംഭവിച്ചാലും നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം സംഭവിച്ചാലും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് ചോദ്യം. The farmer's response perhaps shows that he has a balanced and non-judgmental attitude towards loss and gain. അയാൾക്ക് നേട്ടമായാലും നഷ്ടമായാലും അയാൾ ഒരിക്കലും അതിനെ ജഡ്ജ് ചെയ്യുന്നില്ല. He understands that what seems like a misfortune might lead to good fortune and vice versa. അപ്പോൾ ഒരു നല്ല കാലം ഉണ്ടെങ്കിൽ ഒരു ചീത്തയും വരും നമുക്ക്, അല്ലെങ്കിൽ ഒരു ചീത്തക്കാലത്തിന് ശേഷം ഒരു നല്ലതും വരും. അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. And we can infer that the Zen attitude to life involves accepting events as they happen without immediately labeling them as good or bad. It emphasizes calmness, patience and understanding that life is unpredictable and interconnected. അടുത്തത് നമുക്ക് എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് ആണ്. അതിൽ ആദ്യ ചോദ്യമാണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് മണി ഡിഡ് ഡെല്ല സേവ് ടു ബൈ ജിം എ ഗിഫ്റ്റ്? ഡു യു യൂഷ്വലി സേവ് മണി ഫോർ എ സ്പെസിഫിക് പർപ്പസ്? ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉത്തരം മാത്രം പറയാം. ജിമ്മിനൊരു സമ്മാനം വാങ്ങാൻ ഡെല്ല എത്ര പണമാണ് സ്വരൂപിച്ചത്? നിങ്ങൾ സാധാരണയായി ഒരു പ്രത്യേക ആവശ്യത്തിനായി പണം സ്വരൂപിക്കാറുണ്ടോ? നിങ്ങളുടെ അനുഭവമാണ് പങ്കുവയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ നിങ്ങളുടെ അനുഭവത്തിന് ഉത്തരം ഞാൻ തരുന്നില്ല. ഈ ഗിഫ്റ്റ് വരെയുള്ളതിൻ്റെ ആൻസറാണ് ഡെല്ല സേവ്ഡ് $1.87, 1.87 ടു ബൈ ജിം എ ഗിഫ്റ്റ് ആണ് വരിക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദിയർ പൊസിഷൻസ് were ഡെല്ല ആൻഡ് ജിം എസ്പെഷ്യലി പ്രൗഡ് ഓഫ്? ഡെല്ലയ്ക്കും ജിമ്മിനും അവരുടെ കൈവശമുള്ള ഏത് വസ്തുക്കളെ കുറിച്ചായിരുന്നു പ്രത്യേകിച്ച് അഭിമാനം ഉണ്ടായിരുന്നത്? ഉത്തരം, ഡെല്ല വാസ് എസ്പെഷ്യലി പ്രൗഡ് ഓഫ് ഹർ ബ്യൂട്ടിഫുൾ ലോങ് ഹെയർ ആൻഡ് ജിം വാസ് എസ്പെഷ്യലി പ്രൗഡ് ഓഫ് ഹിസ് ഗോൾഡ് വാച്ച് ദാറ്റ് ഹാഡ് ബിലോങ്ഡ് ടു ഹിസ് ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഡെല്ലയ്ക്ക് കൈവശമുണ്ടായിരുന്ന അവളുടെ നീളമുള്ള മുടിയായിരുന്നു, അത് ഓർത്ത് അവൾക്ക് അഭിമാനം ഉണ്ടായിരുന്നു. ജിമ്മിനാകട്ടെ ആ ഗോൾഡ് വാച്ച്. അടുത്ത ചോദ്യം, ജിംസ് വാച്ച് വാസ് എ വാല്യുബിൾ ഹെയർലൂം വിച്ച് ഹി ചെറിഷ്ഡ് വെരി മച്ച്. ഡു യു ഹാവ് എനി സച്ച് ഒബ്ജക്ട്സ് ഓഫ് സെൻറ്റിമെൻ്റൽ വാല്യൂ? ഷെയർ യുവർ തോട്ട്സ് അബൌട്ട് ദം. ജിമ്മിന് വാച്ച് വളരെയധികം വിലമതിക്കുന്ന ഒരു പാരമ്പര്യ സ്വത്തായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെയുള്ളത് ഉണ്ടോയെന്നാണ്. അപ്പോൾ ഇതിൽ ഐ possess a thin gold bangle that belonged to my grandmother. It is not heavy or intricately designed, but it carries a heavy history. She sold all her other jewelry during a famine to feed for her children, keeping only this one bangle as a symbol of her dignity. Like Jim's watch, which represented his family history, this bangle represents my grandmother's sacrifice and survival. It reminds me that the value of an object lies not in in the story it tells. 4. Why did Della think that the gold watch chain was a suitable gift for Jim? സ്വർണ്ണവാച്ചിൻ്റെ ചെയിൻ ജിമ്മിന് ഏറ്റവും അനുയോജ്യമായ സമ്മാനമാണെന്ന് ഡെല്ല കരുതാൻ കാരണം എന്തായിരുന്നു? ഡെല്ല തോട്ട് ദ ഗോൾഡ് വാച്ച് ചെയിൻ വാസ് സൂട്ടബിൾ ബിക്കോസ് ഇറ്റ് വാസ് സിമ്പിൾ, വാല്യുബിൾ ആൻഡ് possessed quietness and value characteristics she felt matched both Jim and his prized watch. She believed it was good enough for the watch and would allow him to proudly check the time anywhere. Next, അഞ്ചാമത്തെ, what was Jim's initial reaction when he saw Della without her flowing hair? ഡെല്ലയുടെ നീണ്ട മുടിയില്ലാതെ അവളെ കണ്ടപ്പോൾ ജിമ്മിൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? Jim's initial reaction was shock and disbelief. He simply stared at her with a peculiar expression that she couldn't understand, which filled her with fear. It was not it was not anger or surprise, but something strange that made him seem unable to grasp what had happened. അടുത്തത്, what is $1.87 worth in Indian rupees today ആണ്. ഇന്ന് $1.87 ഇന്ത്യൻ രൂപയിൽ എത്രയാണെന്നാണ്. അപ്പം ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത് ജാനുവരി 26-നാണ്. അപ്പം ഞാൻ ജാനുവരി 26-ൽ $1 എന്ന് പറയുന്ന ആ ഇന്ത്യൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ $1.87 അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ രൂപയിൽ 171 രൂപ 60 പൈസ വരും കേട്ടോ.
ഏഴാമത്തെ ചോദ്യം, വൈ ഡിഡ് ഡെല്ല ക്രൈ വെൻ ഷി ഓപ്പൺ ജിംസ് ഗിഫ്റ്റ്? ജിമ്മിന്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഡെല്ല കരയാനുള്ള റീസൺ ആണ്. ഡെല്ല ക്രൈഡ് ഫസ്റ്റ് ഔട്ട് ഓഫ് ജോയ് ബിക്കോസ് ദ ഗിഫ്റ്റ് വാസ് ദ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് കോംസ് ഷി ഹാഡ് അഡ്മയർഡ് ഫോർ എ ലോങ് ടൈം. ബട്ട് ഹർ ജോയ് ക്വിക്ലി ടേൺ ടു ടീയേഴ്സ് ഓഫ് സോറോ ബിക്കോസ് ഷി റിയലൈസ്ഡ് ഷി കുഡ് നോ ലോങ്ങർ യൂസ് ദ കോംസ് ഹാവിംഗ് കട്ട് ഓഫ് ആൻഡ് സോൾഡ് ദ ഹെയർ ദേ വർ മെന്റ് ഫോർ. അപ്പോൾ ആ ഗിഫ്റ്റ് കണ്ടപ്പോൾ കരഞ്ഞു പോയി. അവളുടെ നീളമുള്ള മുടി ചീന്താൻ പാകത്തിനുള്ള ഒരു കോമ്പായിരുന്നു, ചീപ്പായിരുന്നു അത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇപ്പം ആ നീളമുള്ള മുടിയില്ല കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ആ ഗിഫ്റ്റിന് ഒരു പർപ്പസ് ഇല്ലാതെ ആയില്ലേ? എന്തിനു വേണ്ടിയാണോ ഗിഫ്റ്റ്, ആ ഒരു ഗിഫ്റ്റിൻ്റെ പർപ്പസ് അതില്ലാതെ ആയി. അപ്പോൾ അത് ഓർത്ത് അവൾ കരയുകയാണ്. 8. You will have to look at your watch 100 times a day now. Why does Della say so? ദിവസം 100 തവണ നിന്റെ വാച്ചിൽ നോക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഡെല്ല അങ്ങനെ പറയുന്നത്? ഡെല്ല സേസ് ദിസ് എക്സൈറ്റഡ്ലി ബിക്കോസ് ഷി ഹാസ് ജസ്റ്റ് ഗിവൺ ജിം ദ ബ്യൂട്ടിഫുൾ ഗോൾഡ് വാച്ച് ചെയിൻ. ഷി ബിലീവ്സ് ദാറ്റ് ദ ചെയിൻ മേക്സ് ദ വാച്ച് സോ ഇംപ്രസീവ് ദാറ്റ് ഹി വിൽ ബി വെരി പ്രൗഡ് ടു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രീക്വൻറ്റ്ലി. 9. വൈ ഡിഡ് ജിം ആൻഡ് ഡെല്ല ഡിസൈഡ് ടു പുട്ട് ദെയർ ഗിഫ്റ്റ് അസൈഡ് ഫോർ സം ടൈം? എന്തുകൊണ്ടാണ് ജിമ്മും ഡെല്ലയും തങ്ങളുടെ സമ്മാനങ്ങൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചത്? They decided to put the gift aside because they were ironically unusable at that moment. Della had no hair for the combs Jim bought her, and Jim had sold his watch to buy the combs. So he had no watch for the chain Della bought him. Jim said they were too nice to use now. ആക്ച്വലി എന്താണ്, ജിമ്മ് ഡെല്ലയ്ക്ക് വാങ്ങിയ ആ ഒരു കോമ്പ് യൂസ് ചെയ്യാനുള്ള മുടി ഡെല്ലയ്ക്കില്ല. അതുപോലെ തന്നെ ജിമ്മിന് വേണ്ടിയിട്ട് ഡെല്ല വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചെയിന്, വാച്ചിനിടാൻ പറ്റിയ ചെയിൻ, ആ ഒരു ചെയിൻ ഇടാൻ ഇപ്പോൾ വാച്ചും ഇല്ല. രണ്ടാളതും ഇറ്റല്ലോ. അതുകൊണ്ടാണ് ഇവർ കുറച്ച് കാലത്തേക്ക് ഗിഫ്റ്റ് മാറ്റി വയ്ക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ. 9 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ പാർട്ട് 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.